മികച്ച നടി രണ്ടാളുകളാണ്. ഒന്ന് ഉർവശി, രണ്ട് ബീന ആർ ചന്ദ്രൻ. ചിത്രങ്ങൾ: ഒന്ന് ഉള്ളൊഴുക്ക്, രണ്ട് തടവ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. തുലനം ചെയ്യാൻ പറ്റാത്ത മനുഷ്യാവസ്ഥകളുടെ രണ്ട് വശങ്ങളെ അവിസ്മരണീയമാക്കിയതിന് ഈ അവാർഡ് രണ്ടുപേർക്കായി പങ്കിടുന്നു. ഒന്ന്, മകന്റെ മരണത്തെ തുടർന്ന് പുത്രവധുവുമായി ഇണങ്ങിയും പിണങ്ങിയും ആത്മബന്ധം സ്ഥാപിക്കുന്ന കഥാപാത്രത്തിന്റെ സംഘർഷഭരിതമായ ഭാവാവിഷ്കാരത്തിന്. രണ്ട്, ദാരിദ്ര്യത്തിലൂടെയും രോഗപീഡനത്തിലൂടെയും കടന്നുപോകുന്ന സ്ത്രീ ജീവിതത്തിന്റെ വിവിധ ഭാവങ്ങൾ അനായാസമായി അവതരിപ്പിച്ചത്. മികച്ച നടൻ പറയല്ലേ? പൃഥ്വിരാജ് സുകുമാരൻ. ചിത്രം ആടുജീവിതം. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ജീവിതത്തിന്റെ പരീക്ഷണഘട്ടങ്ങളിൽ പെട്ടുപോയ ഒരു മനുഷ്യന്റെ അതിജീവനത്വരയും നിസ്സഹായതയും അതിനുശേഷമുള്ള ശരീരഭാഷയും തന്മയത്വത്തോടെ അവതരിപ്പിച്ച പ്രകടന മികവിന്. മികച്ച സംവിധായകൻ ബ്ലസ്സി. ചിത്രം ആടുജീവിതം. 2,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സംവിധായകൻ ബ്ലസ്സി. ചിത്രം ആടുജീവിതം. പ്രവാസ ജീവിതത്തിന്റെ അറിയപ്പെടാത്ത പുറങ്ങളെ സാങ്കേതിക മികവോടെയും സൌന്ദര്യപരമായ കൃത്യതയോടെയും ആവിഷ്കരിച്ച സംവിധാന മികവിന്. മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ട. സംവിധായകൻ രോഹിത് എം ജി കൃഷ്ണൻ. നിർമ്മാതാവ് ജോജു ജോർജ്. അപ്പു പാത്തു പപ്പു പ്രൊഡക്ഷൻസ് ഹൌസ്. നിർമ്മാതാവിന് 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സംവിധായകൻ 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ദുരിതപൂർണമായ ബാല്യത്തെയും കുറ്റബോധത്തെയും മനഃശാസ്ത്രപരമായി സമീപിച്ചുകൊണ്ട് തികഞ്ഞ കൈയൊതുക്കത്തോടെയും ഘടനാപരമായ ദൃഢതയോടെയും ഉദ്വേഗജനകമായ പ്രമേയത്തിന്റെ ആഖ്യാനം നിർവഹിച്ചത്. മികച്ച ചിത്രം കാതൽ. സംവിധായകൻ ജിയോ ബേബി. മികച്ച ചിത്രം കാതൽ. സംവിധായകൻ ജിയോ ബേബി. നിർമ്മാതാവ് മമ്മൂട്ടി കമ്പനി. നിർമ്മാതാവിന് 2,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സംവിധായകൻ 2,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും.